The Real FM 103.6. ശ്രദ്ധ. ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV ബാധിച്ച് നിരവധി പേർ ആശുപത്രിയിലാണ് എന്നും ഇത് കോവിഡ് പോലെ ലോകമാകെ പടർന്നു പിടിച്ചേക്കാം എന്നും മറ്റുമുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതേ വൈറസ് ബാധ കർണാടകയിൽ 2 ചെറിയ കുട്ടികളിൽ സ്ഥിരീകരിച്ചു എന്ന വാർത്ത കൂടി വന്നതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ HMPV നേരത്തെ നിലവിലുണ്ട്. വിവിധ രാജ്യങ്ങളിൽ HMPV-യുമായി ബന്ധപ്പെട്ട ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങളിൽ ഇന്ത്യയിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ICMR വ്യക്തമാക്കുന്നു. വിശദ വിവരങ്ങളുമായി ശ്രദ്ധയ്ക്കൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം. HMPV വൈറസുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായ ജാഗ്രത ഉണ്ടാവുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് തൊട്ടടുത്ത ഔദ്യോഗികമായ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടേണ്ടതുണ്ട്. ചുമ, പനി, ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഇത് വ്യത്യസ്തമായ സ്വഭാവങ്ങളിൽ കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ആരോഗ്യ പ്രവർത്തകരുമായി അടിയന്തരമായി ബന്ധപ്പെടണം. അത് ഔദ്യോഗികമായ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണം. മറ്റൊന്ന്, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, കുട്ടികളിൽ, 65 വയസ്സിന് മുകളിലുള്ളവർ, ഇത്തരം ആൾക്കാരിലാണ് ഇത് കൂടുതലായി വരാവുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഔദ്യോഗിക ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക്, അതായത് സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യമന്ത്രിയും ഈ കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നേരത്തെ കോവിഡിനെയൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഈ വ്യാപന പ്രഹര ശേഷി കൂടുതലാണ് എന്ന സംശയത്തോടു കൂടിയുള്ള ആശങ്ക കൂടുതലായി ഉണ്ടാകും. പക്ഷേ ഇതിൽ കൃത്യമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ വിശദീകരണം, അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയവും ഇതിൽ വ്യാപനത്തിന്റെ വലിയ സാധ്യതകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സാധാരണഗതിയിൽ കാണുന്ന പനി കാണുമ്പോൾ അത് HMPV ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക പടർത്തൽ ഒരു സാഹചര്യത്തിലും ഉണ്ടാകേണ്ടതില്ല. കാരണം ഇതിൽ വ്യാപനത്തിന്റെ ശേഷി തീരെ കുറവാണ്. മാത്രവുമല്ല, ഇന്ത്യയിൽ തന്നെ ഇത് വ്യാപിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ നിരീക്ഷണങ്ങൾ വന്നിട്ടുമുണ്ട്. ഈ ആന്റി വൈറൽ മരുന്നുകൾ ഇതിനില്ല. വിശ്രമം, നിർജ്ജലീകരണത്തിനെ ഒഴിവാക്കാൻ വെള്ളം കുടിക്കുക, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്നുള്ളത്. മാത്രവുമല്ല, ഇത് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ഉള്ള വസ്തുക്കൾ സ്പർശിക്കുന്നതിലൂടെയോ ആണ് ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന ആൾക്കാർ, അതായത് ഈ HMPV-യുടെ വൈറസ് ആണ് എന്ന് സംശയിക്കപ്പെടുന്നവർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കത്തിൽ നിന്നും ഒഴിവാക്കി കൃത്യമായിട്ട് ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പെട്ടെന്ന് രോഗലക്ഷണം കണ്ടാൽ ഔദ്യോഗിക ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോയി ചികിത്സ തേടുക, പരിശോധന തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, കോവിഡിനെയും നിപ്പയും ഒക്കെ അതിജീവിച്ച കേരളത്തിന് ഇത് വളരെ കൃത്യമായി തന്നെ കരുതലും ജാഗ്രതയും കൈമുതലാക്കിക്കൊണ്ട് ഇതിനെ നേരിടാനും അതിജീവിക്കാനും പറ്റും എന്നുള്ളത് ഉറപ്പാണ്. HMPV എന്നത് ഒരു പുതിയ വൈറസ് അല്ല. ഇത് സാധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ജലദോഷ വൈറസുകളിൽ ഒന്ന് മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അതേപടി വിശ്വസിച്ച് മറ്റുള്ളവർക്ക് അയക്കുന്നത് ശരിയായ രീതിയല്ല. അവയുടെ ആധികാരികത പരിശോധിക്കണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്റർ റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ. HMPV വൈറസിനെ പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ധാരാളം തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, HMPV എന്നുള്ളത് കോവിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു പുതിയ കോവിഡ് അല്ല, ഇതൊരു പുതിയ വൈറസും അല്ല. നമുക്ക് ഓർമ്മയുണ്ട്, 5 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും മാനവരാശി മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരം ഒരു വൈറസും അതുണ്ടാക്കുന്ന രോഗവും ലോകത്തെ കീഴടക്കിയിരുന്നു. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ഇവന്റാണ്. എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു വൈറസ് ചൈനയിൽ നിന്നും ഉത്ഭവിച്ചു എന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, അതായത് തിരക്ക് കൂടിയ ആശുപത്രികൾ, അവിടെ തന്നെ മാസ്ക് ധരിച്ചു നിൽക്കുന്ന വ്യക്തികൾ, IV ഡ്രിപ്പ് ഘടിപ്പിച്ച കുട്ടികൾ, ഇങ്ങനെ തിരക്കുള്ള ആശുപത്രികളും അവയുടെ ഭയപ്പെടുത്തുന്ന വിവരണങ്ങളും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്നു നിറഞ്ഞിരുന്നു. ചൈനയിൽ എന്തോ പുതിയതായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരിൽ 2 ചെറിയ കുട്ടികൾക്ക് ഈ വൈറസിനെ കണ്ടെത്തി എന്നുള്ള വാർത്തയും കൂടി ആയപ്പോഴേക്കും ഇന്ത്യയിൽ ആകമാനം ഇതേപ്പറ്റി വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഒരു ക്രാഷോട് കൂടിയാണ് ഈ വാർത്തയെ വരവേറ്റത്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വാസ്തവങ്ങൾ ഇതൊക്കെയാണ്.
HMPV എന്നുള്ളത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ജലദോഷ വൈറസുകളിൽ ഒന്ന് മാത്രമാണ്. നമുക്കറിയാം, കുട്ടിക്കാലത്ത് വർഷം 2-3 തവണയെങ്കിലും ജലദോഷം വരാത്ത കുട്ടികൾ കുറവാണ്. മൂക്കൊലിപ്പും അതുപോലെ ഒച്ചയടപ്പും ചെറിയ ചുമയും മറ്റുമൊക്കെ ആയിട്ട് ഇതിൽ മിക്കവർക്കും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരാറില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യവും വരാറില്ല. ഇതിനൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാറോ അല്ലെങ്കിൽ ഏത് വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറോ ഇല്ല. കാരണം ഡോക്ടർമാർക്ക് അറിയാം ഇത് താനെ മാറുന്ന അസുഖമാണെന്നും അത് ടെസ്റ്റ് ചെയ്ത് അനാവശ്യ പണച്ചിലവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ളതും ഡോക്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ടെസ്റ്റുകൾ അവർ ചെയ്യാറില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം കേസും HMPV വൈറസ് ആകുമായിരുന്നു. അതേ വൈറസ് തന്നെയാണ് ഈ ബാംഗ്ലൂരിൽ കുട്ടികൾക്ക് കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിരുന്ന ഒരു വൈറസിനെ പറ്റിയാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പുതുതായി പൊട്ടി വീണ ഒരു സംഭവമൊന്നുമല്ല ഇത്. ഇതിന്റെ പാഠം ഇതാണ്: നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയപ്പെടുത്തുന്ന വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ അത് വിശ്വസിക്കുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം മാറ്റണം. കാരണം എത്ര വിശ്വസനീയം എന്ന് തോന്നുകയാണെങ്കിലും ആദ്യം നമ്മളത് വെരിഫൈ ചെയ്യണം. എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നല്ലേ, പ്രത്യേകിച്ചും ഡോക്ടർ അല്ലാത്ത ഒരാൾക്ക് ഈ വാർത്തയുടെ ആധികാരികത എങ്ങനെ വെരിഫൈ ചെയ്യാം? വളരെ എളുപ്പമാണ്. നമ്മുടെ ഗവൺമെന്റിന് വെബ്സൈറ്റുകളുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റിന് നല്ല ഒന്നാന്തരം വെബ്സൈറ്റ് ഉണ്ട്. ദിശ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഇതെല്ലാം പൊതുജനങ്ങൾക്കായി സൗജന്യമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. എല്ലാ അസുഖങ്ങളെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ അവിടെ ലഭ്യമാണ്. CDC, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, ഇത് അമേരിക്ക അടക്കം ഇന്ത്യ അടക്കം അനവധി രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ CDCക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേപ്പറ്റി പരാമർശമില്ലെങ്കിൽ ഉറപ്പിക്കാം ഇതൊരു വ്യാജ വാർത്തയാണെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടത് ഒരു വ്യാജ വാർത്തയുടെ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന വാർത്തയുടെ ഡിസ്ട്രക്റ്റീവ് പവറാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പുതിയ കോവിഡ് അല്ല. എക്കാലവും കുട്ടികളിൽ ജലദോഷം ഉണ്ടാക്കിയിരുന്ന ഒരു വൈറസ് മാത്രമാണിത്. ഇതിനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പ്രതിരോധ ശക്തി കുറഞ്ഞവരോ മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരോ ആണെങ്കിൽ ഒരു വൈറസ് ബാധയും ഉണ്ടാകാതെ നോക്കേണ്ടത് ആവശ്യമാണ്. HMPV മാത്രമല്ല, സമാനമായ മറ്റ് വൈറസുകളുടെ വ്യാപനം തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ രാജീവ് ജയദേവൻ തുടരുന്നു. ചില അനുബന്ധ രോഗമുള്ളവരിൽ, അതിപ്പോ ആസ്മയാകാം, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറഞ്ഞവരാകാം, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികളാകാം, അല്ലെങ്കിൽ മറ്റനുബന്ധ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങളും മറ്റും ഉള്ളവരാണെങ്കിൽ അത് HMPV എന്നല്ല, മറ്റേത് ഇൻഫെക്ഷൻ ഇവർക്ക് വന്നാലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാനിടയുണ്ട്. അങ്ങനെയുള്ളവർ ഏതൊരു ഇൻഫെക്ഷൻ വരാതെയും മുൻകരുതൽ എടുക്കണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇപ്രകാരമുള്ള വൈറസുകൾ പകരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക. കേരളത്തിലെ ഒരു രീതി അതാണ്, നമ്മുടെ കൾച്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ എല്ലാവരും കുടുംബത്തോടു കൂടി അവരെ പോയി കാണുകയും അല്പസമയം പങ്കിടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന്റെ മെഡിക്കൽ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയ വ്യക്തികളിൽ ആർക്കെങ്കിലും ചെറിയൊരു അണുബാധയുണ്ടെങ്കിൽ കിടക്കുന്ന രോഗിക്കും ആശുപത്രിയിലുള്ള മറ്റുള്ളവർക്കും ഇത് കൊടുക്കാനും, അവിടെ നിലവിലുള്ള രോഗാണുക്കൾ ഇവരിൽ കടന്ന് ചെന്ന് ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഇടവരുന്നുണ്ട്. രണ്ടാമത്തേത്, പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, ബസ്സിൽ പോയാലോ അല്ലെങ്കിൽ ട്രെയിനിൽ പോയിട്ട് വന്നാലോ മറ്റോ, വീട്ടിലെത്തുമ്പോൾ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇത് HMPVക്ക് മാത്രമല്ല, എല്ലാവിധ രോഗാണുക്കളും അതിന്റെ സംക്രമണം തടയാൻ വളരെ എളുപ്പമുള്ള ഫലവത്തായ ഒരു രീതി തന്നെയാണിത്. മൂന്നാമത്തേത്, ഇതുപോലെ അനുബന്ധ രോഗമുള്ള അല്ലെങ്കിൽ രോഗസാധ്യത കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ പൊതുവെ കൂടുതൽ സൂക്ഷിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെയുള്ളത്, പനിയോ ജലദോഷമോ അപ്രകാരമുള്ള ലക്ഷണമുള്ളവർ ദയവ് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക. സോഷ്യൽ ഗ്യാതറിങ്ങുകളിൽ, ഒത്തുചേരലുകളിൽ പങ്കെടുക്കാതിരിക്കുക. അഥവാ അങ്ങനെ ആരെങ്കിലും ഒത്തുചേരൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഹസ്തദാനം ചെയ്യുകയോ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം അവരിൽ നിന്നുള്ള രോഗാണുക്കൾ ഒന്നുകിൽ അവരുടെ വിരൽത്തുമ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ തെറിക്കുന്ന ചെറിയ ഡ്രോപ്ലെറ്റ്സ് വഴിയോ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാധാരണ മുൻകരുതലുകൾ മാത്രം എടുത്താൽ മതിയാകും. ഇനി ഈ മുൻകരുതലുകളൊന്നും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല, ഇന്നത്തെയോ ഇന്നലത്തെയോ വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല. ഇതൊക്കെ സാർവത്രികമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അത് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇന്ത്യയിൽ 3 കുട്ടികളിലാണ് ഇതുവരെ HMPV സ്ഥിരീകരിച്ചത്. ഈ കുട്ടികൾക്കാർക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല.
എങ്കിലും ചൈനയിൽ പടരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട HMPV വൈറസിന്റെ വകഭേദമാണോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടത്തുകയാണ്. അതേസമയം HMPV പോലെ ഏതു വൈറസിനെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും രാജ്യത്ത് ഇപ്പോൾ നിലവിലില്ല. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.